ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു AV's വേൾഡ്. ഇറ്റ്സ് മീ ആതിര. അപ്പോൾ ഇത് 11-ാം തീയതി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വയനാട് ഫ്ലവർ ഷോ നടക്കുന്ന ടൈമാണ്, കൽപ്പറ്റയിലാണ്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതുവരെയുള്ള ഒരു പ്രേക്ഷക അല്ലെങ്കിൽ ഇത് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ, അതായത് കുറേ മുമ്പ്, ഒരു 10 വർഷമൊക്കെ മുമ്പ് എന്ന് പറയാം, ആ ഒരു സമയത്തുള്ള ഫ്ലവർ ഷോ അപേക്ഷിച്ച് ഇതൊന്നും ഒന്നുമല്ല. അന്നത്തെയൊക്കെ ആയിരുന്നു ഒരുപാട് ഭംഗിയും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ വളരെ വളരെ കുറവാണ്. എൻ്റെ അഭിപ്രായം കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് കാണുന്ന വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാ വർഷവും നടക്കുന്നതല്ലേ. അപ്പം ഇപ്പം 3 വർഷമായി ഞാൻ പോയിട്ട്. എന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് പങ്കെടുക്കാൻ പറ്റിയത്, ഈ 3 വർഷത്തിന് ശേഷം. അപ്പോൾ മാമി അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. വോട്ട് ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ ആണിത്. അങ്ങനെ കുറേ ഫ്ലവറുകളുണ്ട്. ഫ്ലവറിനോടൊന്നും ചെടികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും കാണാം. പിന്നെ അവിടെ ഉള്ള ഒരു സ്റ്റാളാണിത്, പക്ഷികളുടെയൊക്കെ ഒരു സ്റ്റാളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മരങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഫ്ലവർ ഷോയിലുള്ളൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു റോബോട്ടായിരുന്നു കേട്ടോ. അത് നമ്മളടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പേടിയാണ്. ഞാൻ പേടിച്ചു പോയി കേട്ടോ. അടുത്തേക്ക് വരുമ്പോൾ എന്തോ ചെയ്യാൻ വരുന്ന പോലെ, പട്ടീനെ കണ്ട് നമ്മൾ പേടിക്കില്ല, അതുപോലെയൊക്കെ ആയിരുന്നു. പിന്നെ സ്റ്റാളുകളുണ്ട്. ഇത് ചെരുപ്പിൻ്റെയാണ്. അവിടുത്തെ സ്റ്റാളിലുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റാണ്. നമ്മളൊന്നും വാങ്ങിയില്ല കാര്യമായിട്ട് കേട്ടോ. ബുക്കിനൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, വാങ്ങിയിട്ടൊന്നുമില്ല. ഈ ബാഗുകളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ നല്ല വില ചോദിച്ചപ്പോൾ 700 സംതിങ് ആയിരുന്നു. പിന്നെ പഴയകാല മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാതരം പഴയ കാലത്ത് കിട്ടിയിരുന്ന എല്ലാതരം മിഠായികളും ഇതിലുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടാണിത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട് പുറമേയാണ്, ഓപ്പൺ ആയിട്ടായിരുന്നു. ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് മാത്രം. പക്ഷെ നല്ല റേറ്റാണ്. ഇപ്പം 100 രൂപ 120 രൂപയൊക്കെ ഉണ്ട് ഓരോ സാധനത്തിന്. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനത്തെ പാർക്കില്ലേ കുട്ടികൾക്ക്, അങ്ങനത്തെയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കുള്ള പാർക്കുകൾ. അപ്പോൾ വാമീനെ ഇതിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പക്ഷേ ഇതിൽ ഒരു ചക്രമുണ്ട്. നമ്മൾ ഈ ബോട്ട് നമ്മൾ സ്വന്തം ഓടിക്കൂലേ, അതുപോലത്തെ ബോട്ടാണ്. അപ്പോൾ നമ്മളെ നിയന്ത്രിച്ചാലേ അത് ഓടത്തുള്ളൂ. അങ്ങനെ അവൾക്ക് അത് പറ്റുന്നില്ല. അപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ അവളെ തള്ളിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് കുറച്ച് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അവൾക്ക് പക്ഷെ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്കൊന്ന് ശ്രമിച്ചിരുന്നു, പക്ഷെ എന്നാലും വലിയ അങ്ങനെയൊക്കെ കിട്ടുന്നില്ല അവൾക്ക്. അവസാനം ഇറക്കാൻ പെട്ട പാട്, അവളെ ഇറങ്ങാനേ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ച് വേറെ വണ്ടിയൊക്കെ അവളെ വന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ തട്ടുമ്പോൾ എന്താ ചെയ്യുക, കരിയാണ്. അവൾ ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ എത്ര ടൈം ഉണ്ടെന്നറിയില്ല. 60 രൂപ എങ്ങാനും ആയിരുന്നു കേട്ടോ ചാർജ് വരുന്നത്. എത്ര സമയം എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. അപ്പം വേഗം ഇറക്കാനൊക്കെ നോക്കി, പക്ഷേ ഇറങ്ങാനുള്ള ഒരു മൂഡേ കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 80 രൂപ കേട്ടോ. ഞാൻ വിചാരിച്ചത്, ഞാൻ പണ്ട് വന്നതല്ലേ, അപ്പോൾ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് 40 അങ്ങനെ എന്തായിരുന്നു തോന്നുന്നു, 40-50 ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഇവിടെ വന്ന് നോക്കിയപ്പോൾ 80 രൂപയാണ്. അപ്പം ഞങ്ങൾ 4 പേരായിരുന്നു പോയത് കേട്ടോ. കുട്ടികൾക്ക് ഫീസില്ല കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീസില്ല. അവർക്ക് വേണ്ട. 5 വയസ്സിനുള്ള മുകളിലേക്കുള്ളവർക്ക് വേണം. കുഞ്ഞാവേ പൊന്നു മാമി, അങ്ങനെ അവളെ അവിടെ നിന്ന് പൊക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അടുത്ത ഈ പാർക്കിലേക്കൊക്കെ വന്നതാട്ടോ.
നമ്മൾ നടക്കുന്നതിനനുസരിച്ചാണ് ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അങ്ങനെ അവളുടെ ഫേവറേറ്റ് വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാളിൽ പോകുമ്പോഴും വണ്ടിയൊക്കെ ആണല്ലോ അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിലൊക്കെ കയറാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഒന്നും ഇഷ്ടമല്ല, കയറി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ശ്രദ്ധിക്കും. ഇപ്പോൾ പിന്നെ മാറിയല്ലോ, വളർന്നല്ലോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. പിന്നെ ഇങ്ങനെ കയറുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ കയറിയിരുന്നു ചെറിയ പ്രായത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ബായ്.